അച്ഛാ, അത് അമ്മ ശ്യാമയ്ക്ക് കൊടുത്തില്ലേ ആ ഓട്സ്? അതിലൊരു മാരകമായ വിഷം ചേർത്തിരുന്നു. വിഷു 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 ഡോക്ടർ പറഞ്ഞതാ. കഴിച്ച ഓട്സിലൂടെയാ ശ്യാമയുടെ ഉള്ളില് വിഷം ചെന്നിട്ടുള്ളതെന്നാ റിസൾട്ട് വന്നത്. എനിക്കൊന്നും അറിയില്ല ആനന്ദേട്ടാ, അങ്ങനെ വരാൻ ഒരു വഴിയില്ല. വിഷോ ഒരിക്കലുമില്ല. സത്യം പറ, നീ എന്താ ചെയ്തത്? ആനന്ദേട്ടാ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യോ? ഒരിക്കലുമില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇല്ല, ഇവരങ്ങനെ ചിന്തിക്കും. ശ്യാമയെ ഈ വീട്ടിലേക്ക് തിരിച്ച് വിളിച്ചപ്പോഴും വലിയ സ്നേഹം നടിച്ചപ്പോഴും ഇവരുടെ ക്രൂരത ഞാൻ മുൻപേ തിരിച്ചറിയണമായിരുന്നു. ഇല്ല, വെറുതെ പറയാ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് ചെയ്തത്? ആനന്ദേട്ടാ, എനിക്കറിയില്ല. സത്യം പറ, നീ എന്തിനാ അതിൽ വിഷം ചേർത്തത്? അയ്യോ ആനന്ദേട്ടാ, ആനന്ദേട്ടനെങ്കിലും എന്നെ വിശ്വസിക്ക്. ഞാനങ്ങനെ ചെയ്ത അങ്ങനെ തന്നെ വേണം. അമ്മയ്ക്ക് അത് തന്നെ വരണം. ഇപ്പോ എന്നെ ഇഷ്ടമല്ല, ശ്യാമയല്ലേ ഇഷ്ടം. അനുഭവിക്കും. ആനന്ദേട്ടാ, ഞാൻ വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഈ ഒരു നിമിഷം ഞാൻ വെറുത്തുപോയി. എന്റെ ഭാര്യയെ ഞാൻ വെറുത്തുപോയി. നമുക്ക് പോവാം. പൊയ്ക്കോ, എന്റെ മോള് പൊയ്ക്കോ. ഇനി ഞാൻ നിന്നോട് ഇവിടെ നിൽക്കാൻ പറയില്ല. കൊലപാതകികളാ അവിടെ ഉള്ളത്. എന്റെ മോള് രക്ഷപ്പെട്ടു പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ശ്യാമേ, വാ. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും.